ദേവസ്വം ബോർഡ് പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് കോടതിയുടെ വിമർശനം. മാത്രമല്ല, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട്. ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു. തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ്. അടുത്ത വാചകം കേട്ടോളണം. ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ശില്പം, ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് എടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി. പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് CPM-നോട്, സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പോൾ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? എത്ര കള്ളന്മാരാണ് ഇരിക്കുന്നത്? മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. അത് ദേവസ്വം ബോർഡ് മറച്ചുവെച്ചു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം കേസെടുക്കാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല കേസെടുത്താൽ. അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ദേവസ്വത്തിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി ആ കേസിലകപ്പെടും. അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടി വെച്ചു. എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന, ദ്വാരപാലക ശില്പം പുറത്ത് വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ, അതിൻ്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ്, അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വളരെ ജെന്യുവനായിട്ടുള്ള, കോടതി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിവരയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു വാസു, പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചിരിക്കുക, ബാക്കി കുറേ സ്വർണം വന്ന് അതൊരു കല്യാണം നടത്തി കൊടുക്കാമെന്ന്. ഇത്രയും വിറ്റിട്ട് ബാക്കി സ്വർണം വന്നു. ആ സ്വർണ്ണം ഒരു കല്യാണം, ഏത് അയ്യപ്പൻ്റെ സ്വർണം വെച്ച് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാമെന്ന്. ഈ വാസു എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും സ്വന്തം ആളാണ്. അയാളുടെ CPM പശ്ചാത്തലം ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന CPM പശ്ചാത്തലമുള്ള ഒരാളാണ്. ആ ആള് ഇതറിയാം, എന്നിട്ട് അതുമെല്ലാം മറച്ചു വെച്ചു. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് വിറ്റത് ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ്, കോടികൾക്ക് വിറ്റിരിക്കുകയാണ്. അത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെന്ന് CPM വെളിപ്പെടുത്തണം. CPM-ന് അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഇന്ന് ചില മന്ത്രിമാർ, 3 മന്ത്രിമാരാണ്, അവർ വളരെ സീനിയേഴ്സായിട്ടുള്ള അംഗങ്ങൾ ഈ സഭയിലുണ്ട്. ഇവർ 3 പേരും പുതിയതായിട്ട് നിയമസഭയിൽ വന്ന ആളല്ല. അവർ ഞങ്ങളെ നിയമസഭാ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ അവർ സ്തംഭിപ്പിച്ചെന്നുള്ള രീതിയിലാണ് നിയമസഭ സ്തംഭിപ്പിച്ചെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവിടെ ഈ നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഹസനം നടത്തുന്നത്. പിന്നെ കോടതിയോട് ഭയങ്കര ബഹുമാനം. ഞങ്ങളെന്താ പറയുന്നത്, ഞങ്ങളിപ്പോഴും CBI അന്വേഷണമായിരുന്നു നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കേരള പോലീസ്, പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിലൊരു ശ്രദ്ധ പുലർത്തി. എന്താ ചെയ്തത്? ഈ സർക്കാരിലൊരു വിശ്വാസമില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹൈക്കോടതി നടത്തിയത്. ഹൈക്കോടതി ഗവൺമെന്റിനോട് ഒരു SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സർക്കാരിലും പോലീസിലും കോടതിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കോടതി പറയാം, ഇത് അന്വേഷിക്കണം, നിങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത്. അതല്ല പറഞ്ഞത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി സെലക്ട് ചെയ്തു. താഴ്ന്ന ഉദ്യോഗസ്ഥനെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരായിരിക്കണം എന്ന് കോടതി തീരുമാനിച്ചു. ഈ ഗവൺമെന്റിന് വിശ്വാസമില്ല. കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല. ഞങ്ങളുടെ ഡിമാൻഡ് ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്.
പിന്നെ ഇവർക്ക് കോടതിയോട് എന്തൊരു ബഹുമാനമാണ്. ഇന്ന് VK ബാലി അന്തരിച്ചല്ലോ, പഴയ ചീഫ് ജസ്റ്റിസ്, ഓർമ്മേണ്ട നിങ്ങൾക്ക്? ലാവ്ലിൻ കേസ് CBI അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട ചീഫ് ജസ്റ്റിസ് ആയിരുന്നു VK ബാലി. എന്നിട്ട് ഒരു സ്വാശ്രയ കേസിൽ ആ ബാലിക്കെതിരെ, സംഭവ സ്വാശ്രയ കേസല്ല, ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിൻ്റെ പേരിൽ ബാലിക്കെതിരായി പ്രകടനം നടത്തി VK ബാലിയെ പ്രതീകാത്മകമായി നാടുകടത്തി ബാലി കോലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ച അന്നത്തെ SFIക്കാർ, DYFI നേതാക്കളുമാണ് ഈ മന്ത്രിമാരായിരുന്നു ഇന്ന് കോടതിയെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ 3 പേരും ഇന്ന് സംസാരിച്ച 3 പേരും അന്നത്തെ SFI DYFI നേതാക്കന്മാരാണ്. പിണറായി വിജയനെതിരായി CBI അന്വേഷണത്തിന് SNC ലാവ്ലിൻ കേസിൽ ഉത്തരവിട്ടതിൻ്റെ പേരിൽ ഒരു കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാടുകടത്തിയ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാർ ഇപ്പം മന്ത്രിമാരായി വന്നിരുന്ന് ഞങ്ങളെ കോടതിയുടെ ബഹുമാനം പഠിപ്പിക്കണ്ട, ഞങ്ങളെക്കുറിച്ചൊന്നും പറയിപ്പിക്കരുത്. പഴയ കാര്യമൊക്കെ ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല കേരളത്തിലെ. അതുകൊണ്ട് കോടതിയെക്കുറിച്ചൊന്നും ഞങ്ങളെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരണ്ട. ഇവരൊരു ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ച് കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ച നേതാക്കന്മാരാണ്. പിണറായി വിജയൻ്റെ കൂലിപ്പട്ടാളമായിട്ട് അന്ന് പോയി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിലേറ്റവും ഞാൻ അവസാനിപ്പിക്കുക, വളരെ ഗൗരവതരമായ കാര്യം, ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അനുമതിയോടുകൂടി ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടികൾ മറിച്ച് വിറ്റഴിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ. അതിൽ അതിശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇവിടെ കൂടുതൽ പറയുന്നില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് വിഷയം. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഈ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളും എന്ന് വേണ്ട നാഷണൽ മീഡിയ അടക്കം എല്ലാവരും ഇപ്പോൾ വലിയ ശക്തമായ തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. ജനങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിന്റെ നീക്കം. 2019 മുതൽ 2025 വരെയുള്ള ക്രമക്കേടാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഈ സമയത്ത് A. പത്മകുമാർ, N. വാസു, R. അനന്തഗോപൻ, PS. പ്രശാന്ത് എന്നിവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഇരുന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി പോറ്റിക്ക് ഇമെയിൽ ഇടപാടും ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. 99 മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും ആവശ്യപ്പെടുമ്പോഴും കഴിഞ്ഞ 6 വർഷത്തെ ഇടപാടുകൾ മാത്രം അന്വേഷണ വിധേയമാക്കുന്നത് സർക്കാരിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. മഞ്ജുഷ് ഗോപാൽ വിവരങ്ങളുമായി. മഞ്ജുഷ്, ഇന്നലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ അതിൽ ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണുള്ളത്. ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഉയർന്ന വിലയ്ക്ക് വിറ്റിരിക്കാം എന്നത് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഉണ്ടായിട്ടുള്ള ഇമെയിൽ ഇടപാടുകൾ, ഇതൊക്കെ ആ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. സർക്കാരിന് ഒരു